ആദ്യം മുഹമ്മദ് അലി കിനാലൂർ നമുക്കൊപ്പം ചേരുകയാണ്. കാന്തപുരം വിഭാഗം പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് യമനിൽ നടക്കുന്ന ചർച്ചയിലാണ്. കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ അത്തരമൊരു ചർച്ച സാധ്യമാകുന്നത്. ഈ സൂഫി പണ്ഡിതൻ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നു. കുടുംബത്തിന്റെ പ്രതിനിധിയുണ്ട്. ഈ തലാലിന്റെ സഹോദരൻ ആ ചർച്ചയിൽ ഉണ്ട്. കുടുംബവുമായി ഒരു ചർച്ച സാധ്യമാകുന്നു എന്നതുപോലും പ്രതീക്ഷയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിച്ച സൂചനകൾ? ചർച്ച വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നും അപ്പോൾ ഒരു വിവരം അറിയാമെന്നുമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടുത്തെ സമയം വൈകുന്നേരത്തേക്ക് അടുക്കുന്നുണ്ട്. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ മർക്കസിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ അറിയിച്ചത് ഇപ്പോഴും ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ചർച്ചയിൽ പ്രതീക്ഷാപരമായ മുന്നേറ്റമുണ്ടായി എന്ന് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. യമൻ നമുക്കറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രീയ സ്ഥിരതയുള്ള ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ചില ഇടപെടലുകൾക്ക്, നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയാതെ പോയത്. എങ്കിൽ പോലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും MP-മാരും MLA-മാരും ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംവിധാനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായി തന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ ഈ ഇടപെടലിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതിലുണ്ടായ വളരെ ശ്രദ്ധേയമായ നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്, ഈ കാലം അത്രയും ഈ തലാലിന്റെ ബന്ധുക്കളെ ഒരുമിച്ചിരുത്തിയിട്ട്, കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കളെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ചർച്ച സാധ്യമായിരുന്നില്ല. ആ ചർച്ച ഇന്ന് സാധ്യമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഞാൻ അറിയുന്നത് അങ്ങനെ ബ്ലഡ് മണി ആവശ്യപ്പെടുകയാണെങ്കിൽ, പ്രായശ്ചിത്ത ധനം ആവശ്യപ്പെടുകയാണെങ്കിൽ എത്ര കൊടുക്കാൻ കഴിയുമെന്ന് അവിടെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഉസ്താദിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആരാഞ്ഞു എന്നൊരു വിവരവും കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അത് വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ കാലം അത്രയും ചർച്ചയോട് മുഖം തിരിച്ച് നിന്ന് അവർ ഒരുമിച്ചിരിക്കാൻ തയ്യാറായി എന്നത്, ആ ചർച്ചയ്ക്ക് അവിടെ നേതൃപരമായ പങ്ക് വഹിക്കുന്നത് കേരളവുമായി ദീർഘകാലമായ ബന്ധമുള്ള ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിനെ ഗുരുസ്ഥാനീയരായി കാണുന്ന ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന വിശ്രുതനായ ലോകപ്രശസ്തനായ ഒരു സൂഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഇന്ന് ആ ചർച്ചയിൽ അബ്ദുറഹ്മാൻ അലി അൽ മഷ്ഹൂർ എന്ന് പറയുന്ന ആളാണ് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അഭിഭാഷകനായ ഷെയ്ഖ് അബ്ദുൾ റബ്ബ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തലാലിന്റെ കുടുംബത്തെ ഒരുമിച്ചിരുത്താനും ഈ ദിയാദനം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, അബ്ദുറഹീമിൻ്റെത് ഉൾപ്പെടെയുള്ള കേസുകളിൽ സംഭവിച്ചത് വധശിക്ഷ വിധിച്ച ആളുകൾക്ക് കുടുംബം മാപ്പ് കൊടുക്കുകയും പ്രായശ്ചിത്തധനം സ്വീകരിച്ചുകൊണ്ട് അവർ പൊറുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്നത് പല അറബ് രാജ്യങ്ങളിലുമുള്ള രീതിയാണ്. ആ രീതി തന്നെയാണ് യമനും പിന്തുടരുന്നത്. ഈ അബ്ദുറഹീമിന്റെ കോഴിക്കോട്ടുകാരനായ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന്റെ കാര്യത്തിൽ കുടുംബം പ്രായശ്ചിത്തധനം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷയിൽ ഇളവുണ്ടായത്. നിമിഷപ്രിയയുടെ കാര്യത്തിലും അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ് തലാലിന്റെ കുടുംബത്തെ ആ വഴിയിൽ. ഇപ്പോൾ താങ്കൾ സംസാരത്തിനിടെ സൂചിപ്പിച്ചു എത്ര ദയാധനം കൊടുക്കാൻ കഴിയും എന്നൊരു എൻക്വയറി ഉണ്ടായി എന്നത് സൂചിപ്പിച്ചു. അതിന്റെ കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ, അതിനൊരു മറുപടി നൽകുന്ന സാഹചര്യം ഉണ്ടായോ? ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളുമായി, ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ട ആളുകളുമായി സംസാരിക്കുകയും സാധ്യമാകുന്ന ഒരു തുക അവരെ ബന്ധപ്പെട്ട ആളുകൾ, അവിടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾറെഡി തന്നെ അത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ സമ്മതിക്കുമോ ഇല്ലേ എന്നുള്ളതല്ല, എങ്കിൽ പോലും അവർ ചോദിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്ത ധനം എന്ന് പറയുന്ന ആശയത്തിലേക്ക്, ബ്ലഡ് മണിയിലേക്ക് അവർ വരികയാണെങ്കിൽ എത്ര കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് അവിടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ഇവിടെ ഇടപെട്ടിട്ടുള്ള ഉസ്താദിനോട്, ഉസ്താദിന്റെ ഓഫീസിനോട് ബന്ധപ്പെടുകയും അത് ഈ വിഷയങ്ങളിൽ നേരത്തെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളുകളോട് ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് ഒരു തുക നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇവിടെ ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം അത് സംബന്ധിച്ച് അറിയിക്കാൻ കഴിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിയമപരമായ, ഞാനൊരു ഒറ്റ വാചകം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ പ്രായശ്ചിത്ത ധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് അവിടെ നിയമപരമായി തന്നെ സാധുതയുള്ള ഒരു കാര്യമാണ്.
ആ നിയമപരമായി നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് യമനിന്റെയും കൂടി രാഷ്ട്രീയമായ സാഹചര്യങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് രാജ്യത്തിന്റെയും കൂടി ഒരു വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജീവമായ ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും നിയമപരമായ ഇടപെടലാണ് ഉസ്താദിന്റെ ശരി നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ കഴിയുന്നത്. ശരി നമ്മൾ അങ്ങനെ ഈ തന്നെ മീറ്റിംഗ് ചെയ്യാം. ഈ ചർച്ചയൊക്കെ മാത്രവുമല്ല ചർച്ച അവസാനിപ്പിക്കുമ്പോഴേക്കും സാധ്യമായത് ഇന്നത്തെ തന്നെ ഒരു നല്ല ഒരു വാർത്ത നിർണായക ലഭിച്ചേക്കും. ഇടപെടലാണ്. അത് ഫലവത്താകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ സജീവ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആക്ഷൻ കൗൺസിൽ അംഗമാണ് അദ്ദേഹം.